എന്നും എപ്പോഴും ഒരു പുഞ്ചിരിയോട് കൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് ഒരു മായാത്ത ചൈതന്യം സൃഷ്ടിച്ച് ഇന്ന് ഈ നിമിഷം തിരുവചനത്തിലൂടെ നമ്മളോട് അല്പം സംസാരിച്ച SD കോൺവെന്റിലെ സിസ്റ്റർ ബഹുമാനപ്പെട്ട സീന സിസ്റ്ററിന് ഒരുപാട് നന്ദി. Something that most of us relish is laughing out loud, right? Laughing is quite easy and fun, but making people laugh is challenging, and that challenge has been accepted by the mothers of our Mother Sangam. Here they are with a comedy skit which will cheer you up and make this day fun-filled and entertaining. So, brush aside your sorrows, get rid of your dejections, and get ready to laugh out loud. ശരിയാണല്ലേ? തമാശ ഇഷ്ടമില്ലാത്തവരായി നമ്മുടെ കൂട്ടത്തിലൊന്നും ആരും കാണത്തില്ല. ഒരു ശക്തിശാലിയെ പോലും ഒന്ന് തമാശയിലാക്കാൻ ചെറിയ കോമഡി മാത്രം മതി അല്ലേ? എന്നാൽ ഇവിടെ നമ്മുടെ സ്വന്തം അമ്മമാര് കുറച്ച് തമാശയുടെ കൂട്ടവുമായി നമ്മുടെ മുൻപിൽ എത്തുകയാണ്. ഇന്നത്തെ ഇവരുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് നമ്മുടെ അമ്മമാരാണോ എന്ന്. അപ്പൊ എല്ലാരും എക്സൈറ്റഡ് അല്ലേ നമ്മുടെ അമ്മമാരുടെ കോമഡി കാണാൻ? അപ്പൊ ഏവരും ഞെട്ടിക്കുന്ന ഒരു അടിപൊളി കിടിലൻ പെർഫോമൻസുമായിട്ട് ഒരു കോമഡി സ്കിറ്റുമായിട്ട് നമ്മുടെ മുൻപിൽ എത്തുകയാണ് നമ്മുടെ അമ്മമാർ. നല്ലൊരു കൈയടി കൊടുത്തോടെ നമുക്ക് അവരെ സ്വാഗതം ക്ഷണിക്കാം. ഒരിക്കൽ യേശുനാഥൻ നീലിക്കടലിലെ തോണിയേറി വലവീശി പോരെക്കണ്ട് അവളോടഞ്ചലി സ്നേഹമോടെ ദൈവദൂതകൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്നപോലെ ഇവരുടെ മധ്യത്തിലേക്ക് എന്നെ നീ അയച്ചിരിക്കുന്നു. കാത്തുകൊള്ളണമേ നാഥ. ആമേൻ. പത്രോസേ, നീ പാറയാകുന്നു. ഓ ചുമ്മാ ഊതാതെ അച്ഛാ. ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. ഓ അതൊരിക്കലും നടക്കില്ല അച്ഛാ. പത്രോസേ, ഞാൻ ഈ പറഞ്ഞത് ബൈബിൾ വചനങ്ങളാണ്. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ തിരുവചനത്തെക്കുറിച്ചുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. ഓ അങ്ങനെ എൻ്റെ പൊന്നച്ഛ. എൻ്റെ പേര് പൊന്നച്ചൻ എന്നല്ല. ഐ ആം ഫാദർ മിഖായൽ. ഫാദർ മിഖായൽ കടമറ്റം. ഓവേ അതെ അച്ഛാ, ഞാൻ കയ്യൊരു പരിക്കനായ മനുഷ്യനാണ്. എന്നാൽ എന്നെ കാണുമ്പോൾ പത്രോസിന് നീ പാറയാകുന്നു, പത്രോസിന് നീ പാറയാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഊവേ, അതൊക്കെ പോട്ടെ. എന്താണ് ഇന്ന് നമ്മുടെ പാരിഷ് കമ്മിറ്റിയുടെ അജണ്ട? ഹോ അച്ഛാ, പണി പാളി. ആ ചെണ്ടയും എടുത്തുകൊണ്ടുവരാൻ ഞാൻ അങ്ങ് മറന്നു. എന്താ പത്രോസേ, ഇത് നിന്റെ വീട്ടിൽ കൊട്ടണ ചെണ്ടയല്ല, ഇത് നമ്മുടെ കമ്മിറ്റി ഡിസ്കഷന്റെ പോയിന്റ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഊവന്റെ അച്ഛോ. ആ, എന്നാൽ ഇനി നമ്മുടെ പാരിഷ് കമ്മിറ്റി അംഗങ്ങളെ അനൗൺസ് ചെയ്തോളൂ. അതെ, ആദ്യമായി തന്നെ നമ്മുടെ പിതൃവേദി പ്രസിഡന്റ്, ഹൈക്കോടതി വക്കീലും കണക്കിലും കാൽക്കുലേഷനിലും വളരെ പ്രഗത്ഭനുമായ അഡ്വക്കേറ്റ് മാർട്ടിൻ. ഹാജരുണ്ടോ? 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 ഇതെന്താ കോടതി വിസ്താരമോ? കർത്താവിനെ കൽപ്പിച്ചപ്പോൾ നിർജ്ജവച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്ത് കർത്താവിനെ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. അടുത്തതായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ മാതൃവേദി പ്രസിഡന്റ്, ഫാഷൻ ഡിസൈനറും എൻ്റെ അമ്മ സൂപ്പർ എന്ന ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ വിന്നറും സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രഗത്ഭയും സർവോപരി അഡ്വക്കേറ്റ് മാർട്ടിന്റെ ഭാര്യയുമായ ആമി മാർട്ടിൻ. ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് അണിവാനത്താരം പെണ്ണിൻ വലിയ മിന്നാണ്. താരം നിന്നെ കണ്ടാരംഭം വില്ലും വച്ചേരി കതിരോനി കണ്ണച്ചിക്കാൻ പോരും വച്ചാണ്. ഇനി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ കോർ ലീഡർ
മഞ്ജു പാലമറ്റം. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാമഴയിൽ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഇടവകയുടെ ഓജസ്സും തേജസ്സുമായ യൂത്ത് റെപ്രസെന്റേറ്റീവ് അന്ന സൂസൻ മാത്യു. I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാക്കയിലൂടെ I'm thinking of you. ഇളനീർക്കടലിലൂടെ I'm thinking of you. ആ അപ്പോ എല്ലാവരുമായ സ്ഥിതിക്ക് നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. അതെ അച്ഛാ, ഈ വർഷത്തെ പെരുന്നാളിന് നമുക്ക് ബാൻഡ് മേളം വേണ്ട. പത്രോസേ, അതെന്താ അങ്ങനെ? അതിന് പള്ളിപ്പെരുന്നാളിന് പിന്നെ ബാൻഡ് മേളം അല്ലാതെ വെസ്റ്റേൺ ഡാൻസ് ആണ് വെക്കുന്നത്. നല്ല കാര്യമായി. അതൊരു 10,000 രൂപ കൊടുത്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊയറിന്റെ കാര്യം ഇടംവരെയായി. അതെ അച്ഛാ, ഈ തവണ ഞങ്ങൾ നല്ല അടിപൊളി പാട്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 ടീമുകളായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞു. എക്സലന്റ്. അതെ, സംഗതി വളരെ പ്രോപ്പർ ആയിരിക്കണം. എന്നാലോ ഷഡ്യം ഒട്ടും കുറയാനും പാടില്ല. ഇത്തവണ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് വേണം നമുക്ക്. ആ എന്നാൽ അത് നമുക്ക് നമ്മുടെ ആമിയോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതെ അച്ഛാ, this time I am planning for a very tender coconut pies. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ വെറും ഒരു തേങ്ങാപ്പായസം, അത്രേ ഉള്ളൂ. എൻ്റെ അച്ഛ, ഇവൾ ഉണ്ടാക്കുന്ന ഒരു സാധനം വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ല. Do not speak nonsense over here. അതെ അച്ഛാ, ഈ മനുഷ്യന് യാതൊരു വിവരവുമില്ല. എൻ്റെ മോൻ MA പാസ്സായി നിൽക്കുമെന്ന് അച്ഛനറിയാമല്ലോ. ഞാനൊരു കരിക്കുലം വിറ്റ്, ഐ മീൻ സിമ്പിൾ ബയോഡേറ്റ ആ സ്റ്റേറ്റ് ബാങ്കിലൊന്ന് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തെന്ന് അച്ഛനറിയാമോ? വീട്ടിലിരുന്ന കരിക്കലം എടുത്ത് ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് വന്നു. ഐ ആം സോ ഫെഡ് അപ്പ് വിത്ത് ഹിം. അതെ, നീ ഒന്ന് ചുമ്മാതിരിക്കടി. അതെ, അച്ഛനറിയാമോ, ഞാൻ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് ഇവൾക്ക് ഭയങ്കര പരാതിയാണ്. അച്ഛനറിയാമോ, ഈ കഴിഞ്ഞ ദിവസം 2 പ്രഷർ കുക്കറാണ് ഞാൻ ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. 5 ലിറ്ററിൻ്റെയും 10 ലിറ്ററിൻ്റെയും. അതിപ്പോൾ കാണാനില്ല. അച്ഛൻ ഇവളോടും ചോദിക്കും അത് എവിടെയാണെന്ന്. അതൊരു വലിയ സീക്രട്ട് അച്ഛാ, ഞാൻ പതുക്കെ പറയാം. അത് ഞാൻ മച്ചിന്റെ മേലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ആ നിക്ക്. ആ കുക്കർ മച്ചിന്റെ പുറത്ത് വെച്ചേക്കുന്ന കൺസെപ്റ്റ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. അതെ, 2 ദിവസം മുൻപ് ഏഷ്യാനെറ്റില് ഞാനൊരു വാർത്ത കേട്ടു. ദേഷ്യം കയറിയ ഭർത്താവ് ഭാര്യയെ കുക്കറിൽ വെച്ച് വേവിച്ചു. എന്റെ അച്ഛ, ഈ പണിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നീ ഒന്ന് പോ എൻ്റെ ആമി. അതെ, കഥയുള്ളത് ജീവിതം എന്ന ചാനൽ പരിപാടിയല്ല, പാരീഷ് കൗൺസിൽ മീറ്റിംഗ് ആണ്. ഒന്നടങ്ങിയിരിക്കുക. അതെ, അടുത്തത് യൂത്തിന്റെ ടേണാണല്ലോ. നിങ്ങളുടെ ദൃശ്യം സിനിമയുടെ ദൃശ്യാവിഷ്കരണം എവിടം വരെയായി? അതെ അച്ഛാ, ആ പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ശരിയാകുന്നില്ലെന്നേ. ആ ഡയലോഗ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ ശരി അച്ഛാ. അപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി ജോർജ് കുട്ടിയും കുടുംബവും പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും എവിടെ പോയിരുന്നു? അതെ 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 അച്ഛാ, പാലപ്പള്ളി പാലപ്പം മേടിക്കാൻ പോയിരുന്നു. നശിപ്പിച്ചു. അതെ, പറഞ്ഞു സമയം പോയതറിഞ്ഞില്ല. പെരുന്നാളിന് കൊടിയേറാനുള്ള സമയമായി. എല്ലാരും പോന്നോളൂ.
la 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 la. La 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 la. ദേവദൂത പാടി സീരദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂത പാടി സീരദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാരും വന്നു നിന്റെ വീണയെണ്ണി പാടികൾ തൊട്ടു. Nisa nisa gasa, nisa nisa gasa, nisa nisa gasa, nisa nisa